അങ്ങനെ പറഞ്ഞു പിടിച്ച് ഞാൻ തിരൂരെത്തി. തിരൂർ പ്രോഗ്രാമിന് വന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഇവിടെ ഉണ്ടായി. അപ്പോൾ അവരെ കൂടി മീറ്റ് ചെയ്ത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളിവിടെ ഒരു ദിവസം നിന്ന് ആ വീഡിയോ ഒന്നും എടുക്കാണ്ടി പറ്റിയില്ല. കാരണം അത്യാവശ്യം നല്ല ട്രാവലുണ്ട് ഇവരെ വീട്ടിലേക്ക്. ഒത്തിരി ടയേർഡായിരുന്നു. അങ്ങനെ വന്ന ദിവസം ഞങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്ത് ഹാപ്പി ആയിരുന്നു. ഇനി ഇത് തിരിച്ച് പിറ്റേന്ന് പോണ ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് കുട്ടി കുട്ടി ഷോർട്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മക്കളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ട്. കുറേ നാളെത്തിയിട്ടാണ് നമ്മൾ ഈ മക്കളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നത്. പിന്നെ ഈ മോളിൽ എൻ്റെ കുട്ടി ഫാനും കൂടിയാണ്. പക്ഷെ എന്നോട് ഒരു കാര്യം പോലും ഉണ്ടല്ലോ, എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ ചുറ്റി നടക്കലായിരുന്നു. ഞാനും പണ്ട് ഇതുപോലെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരൂലേ, അപ്പോൾ അവരിങ്ങനെ ചുറ്റി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവരുടെ അടുത്ത് നിന്നൊക്കെ ഇറങ്ങണമായിരുന്നിട്ടാ. അടിപൊളിയായിരുന്നു. അപ്പം ഈ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലൊന്നും ഇല്ലാട്ട് ഇത്രയും ഗ്രീനും കാര്യങ്ങളൊക്കെ. ഇറങ്ങിയൊരു ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായി. പക്ഷെ നല്ല മഴയുണ്ടായി, അതുകൊണ്ട് പിന്നെ എടുത്തില്ല കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയോണ്ട് കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കം വരുമല്ലോ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ കിളി കൂടി ചാടി പുറത്തിറങ്ങിയേക്കണ എനിക്ക് കാണുന്നത്. അവന് ബൂസ്റ്റ് ചെയ്യണമെന്ന്. പിന്നെ കുഞ്ഞിക്കിളിക്ക് അതും വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചാൽ മധുരം എന്തെങ്കിലും കഴിക്കണ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ കടകളിൽ കയറി എൻ്റെ കണ്ണിങ്ങനെ മധുരത്തിലേക്കേ പോകുള്ളൂ. ഞാനൊരു ലഡുവും വാങ്ങിച്ചു കഴിച്ചിട്ടാണ്. ഞങ്ങൾ കുറേ നേരം, എനിക്കാണ് മണിക്കൂറുകളോളം ട്രാവൽ ചെയ്ത് അവസാനം നമ്മളെ നാടൊക്കെ എത്തി. റബ്ബേ, എവിടെയൊക്കെ പോയാലും തിരിച്ച് നാട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് ഭയങ്കര സന്തോഷമാണല്ലോ. ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല മഴയുണ്ട്. സ്കൂൾ ഉണ്ടാവില്ലേ എന്ന് മക്കളെക്കാർ കൂടുതൽ ഞാനാ തേടിക്കൊണ്ടിരിക്കണം. കാരണം എവിടെയെങ്കിലും പോയിട്ട് വന്ന് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്താലാണ് ശരിക്കും റിയാലിറ്റിയിലേക്ക് ഞാൻ തിരിച്ചു വരുള്ളൂ. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ. ബൈ.